ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ഇന്നൊരു കലുഷിതമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. 1971 വിമോചന യുദ്ധത്തിൽ ഇന്ത്യ നൽകിയ നിർണായകമായ പിന്തുണയിലൂടെ രൂപപ്പെട്ട ആഴത്തിലുള്ള സൗഹൃദത്തിന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇത്രയേറെ വിള്ളലുകൾ സംഭവിച്ച മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലും തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര സമവാക്യങ്ങളെ അടിമുടി മാറ്റിമറിച്ചിരിക്കുകയാണ്. 2026 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യം ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ ഏറെ പ്രസക്തമാകുന്നു. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഇന്ത്യാവിരുദ്ധ വികാരത്തിൻ്റെ കേന്ദ്രബിന്ദു മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ്. 15 വർഷം നീണ്ട ഭരണത്തിന് ശേഷം വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഇന്ത്യയിൽ അഭയം തേടിയ ഹസീനയെ വിട്ടു നൽകണമെന്ന് മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിൻ്റെ പ്രധാന ആവശ്യമാണ്. ഹസീനയെ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രിബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. അവരെ വിട്ടു നൽകാൻ ഇന്ത്യ വിസമ്മതിക്കുന്നത് ബംഗ്ലാദേശിലെ ജനങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള കടുത്ത അമർഷത്തിന് കാരണമാകുന്നു. ഒരു പഴയ സുഹൃത്തിനെ പ്രതിസന്ധി ഘട്ടത്തിൽ കൈവിടുന്നത് ഇന്ത്യയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നതാണ് നയതന്ത്ര വിദഗ്ധരുടെ പക്ഷം. എന്നാൽ ഇത് പുതിയ സർക്കാരുമായുള്ള ബന്ധത്തെ വഷളാക്കുന്നു. അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധതയ്ക്ക് ആക്കം കൂട്ടി. ഡിസംബർ 12-ന് ഇൻകുലാബ് മഞ്ജു നേതാവ് ഷരീഫ് ഉസ്മാൻ ഹാദി വെടിയേറ്റ് കൊല്ലപ്പെട്ടത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കി. ഹാദിയുടെ കൊലപാതകികൾ ഇന്ത്യയിലേക്ക് കടന്നുവന്ന സോഷ്യൽ മീഡിയ പ്രചാരങ്ങൾ വൻ പ്രതിഷേധത്തിന് വഴിതെളിച്ചു. ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെ ഭീഷണികൾ ഉയരുകയും വിസ സെന്ററുകൾ അടച്ചുപൂട്ടേണ്ടി വരികയും ചെയ്തു. മാധ്യമങ്ങളായ ദി ഡെയിലി സ്റ്റാർ, പ്രോഥം ആലോ എന്നിവയുടെ ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. ഇവർ ഇന്ത്യയുടെ പക്ഷം പിടിക്കുന്നുവെന്നതാണ് ആക്രമികളുടെ പ്രധാന ആരോപണം. 2026 ഫെബ്രുവരി 12-ന് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് നീതിപൂർവവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമാകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ കൂടി മത്സരരംഗത്ത് അനുവദിക്കണം എന്ന അർത്ഥത്തിലാണ് ബംഗ്ലാദേശ് വ്യാഖ്യാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തണമെന്ന് അയൽരാജ്യത്തിൻ്റെ ഉപദേശം ആവശ്യമില്ലെന്നാണ് ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈൻ വ്യക്തമാക്കിയത്. കഴിഞ്ഞ 15 വർഷത്തെ അവാമി ലീഗ് ഭരണത്തിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. ഇന്ത്യയുമായി പണ്ട് അത്ര നല്ല ബന്ധത്തിലായിരുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയോട് ഇന്ത്യ ഇപ്പോൾ നയപരമായ മാറ്റം പ്രകടിപ്പിക്കുന്നുണ്ട്. BNP നേതാവ് ഖാലിദ സിയയുടെ ആരോഗ്യനില വഷളായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആശംസകളും സഹായ വാഗ്ദാനവും ശ്രദ്ധേയമാണ്. ഹസീനയില്ലാത്ത ഒരു ബംഗ്ലാദേശിൽ BNPയുമായി സഹകരിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് ഇന്ത്യക്കുണ്ട്. ലണ്ടനിൽ കഴിയുന്ന താരിഖ് റഹ്മാൻ തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനമാകുമെന്ന് ഉറപ്പാണ്. മുൻ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി നിരുപമ റാവുവിനെ പോലെയുള്ള വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഹസീനയുടെ അഭാവം ഒരു രാഷ്ട്രീയ ശൂന്യത സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ്. ഹസീന ഭരണകൂടം കർക്കശമായി അടിച്ചമർത്തിയിരുന്ന പല തീവ്രവാദ സംഘടനകളും ഇപ്പോൾ വീണ്ടും സജീവമാകുന്നത് ഇന്ത്യക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തീവ്രവാദികൾക്ക് ബംഗ്ലാദേശ് മണ്ണ് വീണ്ടും സുരക്ഷിത താവളമാകുമോ എന്ന ഭയം ഇന്ത്യക്കുണ്ട്. ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ ഇന്ത്യയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു. ഇത് ഉഭയകക്ഷി ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ട്. വെറുമൊരു രാഷ്ട്രീയ സംഘർഷം എന്നതിലുപരി ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സമത്വവും നീതിയുമാണ്. ഇന്ത്യയുടെ ഒരു കീഴ്ഘടകം എന്നതിലുപരി പരമാധികാരമുള്ള ഒരു രാഷ്ട്രമെന്ന നിലയിലുള്ള പരിഗണനയും ഷെയ്ഖ് ഹസീനയുടെ കാലത്തെ കുറ്റകൃത്യങ്ങൾക്ക് അവരെ വിചാരണ ചെയ്യാൻ വിട്ടുനൽകണമെന്ന ആവശ്യവും അതിൽ പ്രധാനമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ബംഗ്ലാദേശിനെ ഒരു പുകമറയായി ഉപയോഗിക്കാതിരിക്കുക എന്നതും അവരുടെ ആഗ്രഹമാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഒരു വഴിത്തിരിവിലാണ്. ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെടുന്ന സർക്കാർ ഇന്ത്യയോട് കടുത്ത നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും ഇരു രാജ്യങ്ങൾക്കും പരസ്പരം അകന്നു നിൽക്കാൻ കഴിയില്ല. ഇന്ത്യക്ക് ഇതൊരു വലിയ നയതന്ത്ര പരീക്ഷണമാണ്. ഒരു വ്യക്തിയിലോ പാർട്ടിയിലോ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന വിദേശ നയം മാറ്റി ബംഗ്ലാദേശിലെ ജനങ്ങളോടും പുതിയ രാഷ്ട്രീയ ശക്തികളോടും സംവദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ബംഗ്ലാദേശ് കടുത്ത നിലപാട് സ്വീകരിച്ചാലും വിവേകപൂർണമായ നയതന്ത്രത്തിലൂടെ മാത്രമേ ദക്ഷിണേഷ്യയിൽ സമാധാനം നിലനിർത്താൻ സാധിക്കൂ.